സംസ്ഥാനത്ത് തുടർച്ചയായി ഓൺലൈൻ ടാക്സി തൊഴിലാളികൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്കെതിരെ ഓൺലൈൻ ടാക്സി തൊഴിലാളികളും ഉടമകളും രംഗത്ത്. വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനടക്കം ഇവർ പരാതി നൽകി. സമാധാനപരമായി തൊഴിലെടുക്കാൻ അവസരമൊരുക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. മേക്ക് മൈ ട്രിപ്പ്, സഞ്ചാരി, ഓല, യൂബർ തുടങ്ങി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ടാക്സി സർവീസുകൾ നടത്തുന്ന ടാക്സി തൊഴിലാളികൾക്ക് നേരെ ഇടുക്കിയിൽ പലവട്ടം അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നതായും വാഹനങ്ങൾ തടഞ്ഞ പ്രാദേശിക ടാക്സി തൊഴിലാളികൾ പ്രശ്നമുണ്ടാക്കുന്നതായും പരാതികൾ ഉയർന്നിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ ഓൺലൈൻ ടാക്സി സർവീസ് ഉടമകളും തൊഴിലാളികളും രംഗത്തെത്തിയിരിക്കുന്നത്. സമാധാനപരമായി തൊഴിലെടുക്കാൻ അവസരമൊരുക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനടക്കം ഇവർ പരാതി നൽകി. അപ്പോൾ ഞാൻ ഈ മേക്ക് മൈ ട്രിപ്പ് അല്ലെ ഗോസോ അല്ലെ സവാരി എന്ന കമ്പനിയുടെ ട്രിപ്പ് എടുക്കുകയാണ്. അപ്പോൾ ഇതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. കാരണം ഓൺലൈൻ ട്രിപ്പുകൾ ഇവർക്ക് എടുക്കാൻ പാടില്ല എന്നുള്ളത്. എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ 4 കൊല്ലം 5 കൊല്ലമായിട്ട് ഞാൻ ഈ കമ്പനിയുടെ ട്രിപ്പ് എടുത്താൽ ഞാൻ ഉപജീവനം നടത്തണം. അപ്പോൾ ഞാൻ വാഹനം മേടിച്ചതും ഈ വണ്ടി ഇതാണ്. പിന്നെ ഇവർ പരമ്പരാഗത ടാക്സിക്കാർ എന്താണെന്ന് എനിക്കറിയില്ല, മനസ്സിലാവുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇല്ല, കാലം വളർന്നതനുസരിച്ച് അതിനുള്ള ഓരോരോ മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്നു തുടങ്ങി. അപ്പോൾ ഇവരും ഞങ്ങളെപ്പോലെ തന്നെ ഈ ഓട്ടമില്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഓടാവുന്ന കേസുള്ളൂ. പക്ഷെ അവർ ചെയ്യില്ല. അവർക്ക് ചെന്ന് വെച്ചാൽ അവർക്ക് വെറുതെ പൈസ കിട്ടണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഫെയർ കിട്ടണം. അതുകൊണ്ട് കാലം അങ്ങനെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഫെയർ കിട്ടി അമിതമായ റേറ്റ് ചേർന്ന് അവർക്ക് പോകണം. അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് അവർ വന്നോട്ട് ഞങ്ങൾക്ക് വേണേൽ അക്കൗണ്ട് വരെ എടുത്തു കൊടുക്കാവുന്നതാണ്. അവർക്ക് ട്രിപ്പ് കിട്ടും. ഈ പറഞ്ഞ പോലെ തടയാനായിട്ട് ആവശ്യമില്ല. വരും കാലങ്ങളിൽ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇത് മനസ്സിലാക്കാൻ പോലും വിവേകബുദ്ധി ഈ പറഞ്ഞ ആൾക്കാർക്കില്ല. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇപ്പോൾ ഒരു വാഹനം തടഞ്ഞു, ആ വാഹനം അടിച്ചു പൊളിച്ചു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇതൊക്കെ ചെയ്തുകൊണ്ട് എന്ത് ഗുണമാണ് കിട്ടിയത്? ഒരു മനുഷ്യന്റെ കഞ്ഞിടി മുട്ടിച്ചു, അവന്റെ ജീവിതം മുട്ടിച്ചു, അവന്റെ കുടുംബത്തിലേക്കുള്ള ഇത് മുട്ടിച്ചു. ഇതിപ്പോ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. മന്ത്രി എനിക്ക് അതിനുള്ള മറുപടിയും തന്നിട്ടുണ്ട്. ആ മറുപടിയാണ് ഈ കാണുന്നത്. സർക്കാർ അംഗീകരിച്ച കണക്കിലാണ് തങ്ങൾ സർവീസ് നടത്തുന്നതെന്നും ഒരു വിഭാഗം പ്രാദേശിക ടാക്സി തൊഴിലാളികൾ മാത്രമാണ് തങ്ങൾക്കെതിരെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും ഓൺലൈൻ ടാക്സി സർവീസ് ഉടമകളും തൊഴിലാളികളും പറയുന്നു. വിഷയത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിയും മോട്ടോർ വാഹന വകുപ്പും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം.